നമ്മളിപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എഡിറ്റ് പേജിൻ്റെ അകത്ത് ബേസിക് വീഡിയോസ് ഉണ്ട്. അത് വളരെ വിശദമായിട്ട് നമ്മൾ ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താണ് പറയുന്നത്. അതിന് പകരം ഏറ്റവും സ്പീഡായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകില്ല. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പടയെന്ന് ചെയ്യുന്ന ഒരു രീതിയാണ്. മെയിനായിട്ട് നിങ്ങൾ എഡിറ്റ് പേജിൻ്റെ അകത്ത് ആ ബേസിക് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഫാസ്റ്റ് ട്രാക്കിൻ്റെ അകത്തേക്ക് വരിക കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ കൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ വന്ന് ആഡ് പ്രൊജക്ട് ലൈബ്രറി കൊടുക്കുക. നമുക്കിവിടെ ലൈബ്രറിയുടെ പേര് കൊടുക്കാം. ബ്രൗസ് ചെയ്യുക. നമുക്ക് വേണ്ട ഒരു ലൊക്കേഷന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. ലൈബ്രറി ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ലൈബ്രറി എന്തിനാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമ്മൾ ഡിസ്കണക്ട് ആയി പോയ ലൈബ്രറി എങ്ങനെ റീകണക്ട് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെയാണ് ഡിസ്കണക്ട് ആയി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആഡ് പ്രൊജക്ട് ലൈബ്രറി വരിക, കണക്റ്റിൽ കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ബ്രൗസിൽ വരിക. അതിന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നിജ് എന്നുള്ള ലൈബ്രറിനെ പിക്കപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസോൾവ് ലൈബ്രറി എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മുടെ ലൈബ്രറി ഉണ്ടാവും. കണക്ട് ചെയ്യുക, കൊടുക്കുക. പുതിയ ലൈബ്രറി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നിജിൻ തന്നെയാണ്. നമ്മുടെ പേര് വേറെ കൊടുത്തുകൊണ്ടാണ് വേറെ വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈബ്രറി റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഫോൾഡറുകൾ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറിൻ്റെ അകത്ത് പോയിട്ട് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്തിനാണ് നമ്മൾ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മെയിൻ വീഡിയോൻ്റെ അകത്തുണ്ട്. അത് കാണുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീഡിയ പൂളിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം.